ഇന്ന് നമ്മുടെ ഇന്ത്യയെ പിടിച്ചൊലക്കിയ ഏതാണ്ട് 2 ദിവസങ്ങൾ കൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിനേക്കാൾ ഫോളോവേഴ്സ് കിട്ടിയ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പാർട്ടികളെക്കാൾ ഇൻസ്റ്റാഗ്രാമുകളിൽ വൈറലായി മാറിയ ഒരു രാഷ്ട്രീയ ഹാസ്യ പാർട്ടിയുണ്ട്. അതിന്റെ പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയിലെ ചീഫ് ജസ്റ്റിസ് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പാറ്റയെ പോലെ സോഷ്യൽ മീഡിയകളിൽ കയറി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും അന്തസ്സിനെയും അവർ തകർത്ത് കളയുന്നു. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിലെ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ നീറ്റ് എക്സാമിൽ നടന്ന ക്രമക്കേടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വെറും ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ ഇന്ത്യയെ ഇന്ന് പിടിച്ചുകുലുക്കിയ കേന്ദ്ര സർക്കാർ പോലും നിരോധിക്കാൻ ആഗ്രഹിക്കുന്ന ഏതാണ്ട് 4 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ക്ഷുഭിത യൗവനത്തെ, അങ്ങനെ പറയാൻ കഴിയും, ക്ഷുഭിത യൗവനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്തിനു വേണ്ടിയാണ് വന്നത്? അതിനെക്കുറിച്ച് പറയുന്നത് വോയിസ് ഓഫ് അൺഎംപ്ലോയീസ് എന്നാണ് അതിന്റെ പേര്. വോയിസ് ഓഫ് അൺഎംപ്ലോയീസ്, തൊഴിലില്ലാത്തവരുടെ ശബ്ദം, തൊഴിലില്ലായ്മയുടെ ശബ്ദം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഞാൻ മക്കാമ ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തി തരുന്നത്. തൊഴിലില്ലാത്തവന്റെ ശബ്ദം. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിൽ തൊഴിലില്ലാത്തത്? നമ്മുടെ കേരളം അത്ര വലിയ മനോഹരമാണെന്നൊന്നും നിങ്ങൾ പറയണ്ട. 40 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അറിയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാണ്. സാമ്പത്തിക വളർച്ചയിൽ പുറകിൽ നിന്നെണ്ണിയാൽ 3ാമതെത്തുന്ന സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളമെന്നാണ്. നിങ്ങൾ ഇതിന്റെ കൂടുതൽ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 40 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നടക്കുമ്പോൾ തൊഴിലില്ലാത്തത് കൊണ്ടാണോ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? അല്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം വന്നപ്പോൾ എത്രത്തോളം 30 ലക്ഷത്തോളം യുവാക്കൾക്കാണ് ജോലി നഷ്ടപ്പെട്ട് രാജ്യത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ അടുത്ത സമയത്ത് ആസാമിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇവിടെ നമ്മൾ ആശ്രയിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ മുഴുവനും തെരഞ്ഞെടുപ്പിന് വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. കേരളത്തിലെ മിക്കവാറും ഫാക്ടറികളിൽ പ്രവർത്തനരഹിതമാണ്. ഏറ്റവും വലിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പെരുമ്പാവൂരിലൊക്കെ ഫാക്ടറികൾ നിശ്ചലമാണ്. 1 ലക്ഷത്തോളം ചെറുപ്പക്കാർ അന്യ സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് കണക്ക്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 1 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഒഴിവായി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഒഴിഞ്ഞു കിടക്കുന്ന തൊഴിലവസരങ്ങളിൽ തൊഴിൽ ചെയ്യണമെന്ന തീരുമാനത്തോടു കൂടി എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് കടന്നു പോകാൻ കഴിയാത്തത്? തൊഴിൽ ചെയ്യാതിരിക്കാനല്ല, തൊഴിൽ ചെയ്യാനാണ്. ഇവിടെയാണ് 106ാമത്തെ വയസ്സിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കഅബയെ നിർമ്മിക്കാൻ പറയുന്നത്. എത്രാമത്തെ വയസ്സിൽ? 106ാമത്തെ വയസ്സിൽ. 106ാമത്തെ വയസ്സിൽ ചരിത്രം പറയാൻ സമയമില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടുപിടിച്ച് മക്കയിലെ മരുഭൂമി മുഴുവനും സഞ്ചരിച്ച് 106ാമത്തെ വയസ്സിൽ ഒരു നാട് മുഴുവൻ സഞ്ചരിച്ച് ഇബ്രാഹിം നബി കഅബ പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആരെ കൊണ്ടാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട്. മകനായ ഇസ്മായിൽ തന്റെ ചുമലിൽ കരിങ്കല്ലുകൾ ചുമന്നു കൊണ്ടുവന്നു. 106 വയസ്സുള്ള പിതാവ് ഒരു ഭാഗത്ത് നിന്ന് ആ കല്ലുകൾ അടുക്കി ഭിത്തി കെട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു കാലമുണ്ട്. ഇവിടെ 2 കാര്യം. ഒന്ന്, 106ാമത്തെ വയസ്സിലാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ വാപ്പ നമ്മളെ കടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നമ്മളെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി വാപ്പയുടെ കൂടെ നമ്മളെ അധ്വാനിക്കാൻ പഠിപ്പിച്ചു, ജോലി ചെയ്യാൻ പഠിപ്പിച്ചു. വാപ്പയുടെ കൂടെ നമ്മൾ മീൻ കച്ചവടത്തിന് പോയി, വാപ്പയുടെ കൂടെ നമ്മൾ മരക്കച്ചവടത്തിന് പോയി, വാപ്പയുടെ കൂടെ നമ്മൾ ജോലിക്ക് പോയി. നിഷ്ക്രിയമായി കടന്നുറങ്ങാൻ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ സമ്മതിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 106ാമത്തെ വയസ്സിൽ കർമ്മനിരതനാവുകയാണ്. മക്കാമ ഇബ്രാഹിം ഒന്നുകൂടി നമ്മളോട് പറയുന്നുണ്ട്, വാർദ്ധക്യം എന്ന് പറയുന്നത് ഇനി എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് നിഷ്ക്രിയമായി ഇരിക്കാനുള്ളതല്ല. എനിക്ക് വയസ്സായി, ഇനി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, എന്റെ കയ്യിലുള്ളതെല്ലാം പോയി എന്ന് പറഞ്ഞ് നിർവികാരമായിട്ടിരിക്കാനുള്ളതല്ല വാർദ്ധക്യം. താടി നരച്ചത് കൊണ്ടോ മീശ നരച്ചത് കൊണ്ടോ ഇനി എനിക്കൊന്നുമില്ല. ചില ആളുകൾ പറയും എന്റെ എല്ലാ ജോലിയും കഴിഞ്ഞു.
കുടുംബത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നല്ല. 106-ാമത്തെ വയസ്സിലാണ് കർമ്മനിരതനായത്. വാർദ്ധക്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞുപോയ ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെട്ട് ഉമ്മറപ്പടിയിൽ കസേരയിൽ ചാരിയിരുന്ന് നെടുവീർപ്പിടാനുള്ളതല്ല. വാർദ്ധക്യം കർമ്മനിരതമാകണം. അതോടൊപ്പം തന്നെ വരുന്ന തലമുറയെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പ മുമ്പിൽ നിന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കരിങ്കല്ല് തോളിൽ വെച്ച് ചുമന്നുകൊണ്ടുവന്നു. അതിങ്ങനെ വെച്ച് അവസാനം ഒരു പൊക്കത്തിന്റെ മുകളിലേക്ക് പോയപ്പോൾ പിന്നീട് മുകളിലേക്ക് കല്ല് വെക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉയരത്തിനൊന്ന് ലിഫ്റ്റിന്റെ സംവിധാനമില്ല. താഴെ ഒരു കല്ല് വെച്ചു. ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് മകൻ ചുമന്നു കൊണ്ടുവന്ന കല്ലുകൾ കഅബയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു. ആ എടുത്തു വെക്കുന്ന സമയത്ത് വലതുഭാഗത്ത് കല്ല് വെക്കണമെങ്കിൽ താഴെ വെച്ച കല്ല് വലത്തോട്ട് നീങ്ങും, ഇടതു ഭാഗത്ത് വെക്കണമെങ്കിൽ ഇടത്തോട്ട് നീങ്ങും. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയെ നിർമ്മിക്കാൻ കാല് ചവിട്ടി നിന്ന ആ കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. ഇപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം ആ കല്ലിൽ പതിഞ്ഞ അടയാളം. ആ കല്ലാണ് ഒരു വലിയ ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു യുവാവ് ജോലി നേടിപ്പോയിട്ട് കരിങ്കല്ല് തോളിൽ വെച്ച് ചുമന്നു കൊണ്ടുവന്നതിന് അവസാനം വരെ ലോകത്തുള്ള മുഴുവൻ ജനതക്കും അടയാളമായിട്ട് അല്ലാഹു കൊടുത്ത ഒരു സ്മാരകത്തിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം സാമൂഹിക വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മഖാമു ഇബ്രാഹിം ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അതിനകത്തൊരു ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ മാത്രമല്ല, അത് ആത്മീയതയുടേത്. പുതിയ ലോകത്തോട് ജോലിയില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധം ഉയർത്താനുള്ളതല്ല. ജോലി തേടി പിടിച്ചുപോയി യുവത്വം നിഷ്ക്രിയമായിട്ടിരിക്കാനുള്ളതല്ല. വൈറ്റ് കോളർ ജോലികൾ മാത്രം ചെയ്യേണ്ടതല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യുവാവിനെ കൊണ്ട് പണിയെടുപ്പിച്ചോൾ കിട്ടിയതാണ് മഖാമു ഇബ്രാഹിം. കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞിട്ട് തൊഴിലവസരങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാൻ മാത്രമല്ല, ചുറ്റുഭാഗത്ത് തുറന്നു കിടക്കുന്ന തൊഴിലവസരങ്ങളിലേക്ക് കടന്നു ചെന്ന് രാപകൽ തൊഴിൽ ചെയ്ത് ജീവിതത്തിന്റെ സ്മാരകത്തെ ഉയർത്താൻ പറഞ്ഞു തന്ന ലോകത്തിലെ മനോഹരമായ ഒരു മഖാമിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ ഇത്രയേറെ ആളുകൾ ഉണ്ടായത്? ഇപ്പോഴും 1 ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികൾ തിരിച്ചു വന്നിട്ടില്ല. ജോലിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലിയുടെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയുമോ? അധ്വാനത്തിന്റെ ശീലത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുമോ? 40 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങളുണ്ട്. ആ തൊഴിലവസരങ്ങളിൽ മഖാമു ഇബ്രാഹിം നമ്മളോട് പറയുകയാണ് നിഷ്ക്രിയമായിരിക്കാനുള്ളതല്ല. 106-ാമത്തെ വയസ്സിൽ വൃദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കർമ്മനിരതനായിരുന്നു. നമ്മുടെ വാർദ്ധക്യമോ? വാർദ്ധക്യം നിഷ്ക്രിയമാവാനുള്ളതല്ല. വയസ്സെന്ന് പറയുന്നത് വെറും അക്കം മാത്രമാണ്. അവസാന ശ്വാസം വരെ ഞാൻ ഒരിടത്തും നിഷ്ക്രിയനായിരിക്കാനല്ല, അവസാനം വരെ എനിക്ക് കർമ്മനിരതനായി ജീവിക്കണമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളോട് പറയുന്നുണ്ട്. മഖാമു ഇബ്രാഹിം 106-ാമത്തെ വയസ്സിൽ. ഇപ്പൊ പുതിയ കേരള സർക്കാർ സത്യപ്രതിജ്ഞ വന്ന ഉടനെ ആദ്യം അവര് ചെയ്ത പരിപാടി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് കൂടി മായി സൃഷ്ടിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വയോജനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വകുപ്പ്. UK-യിലൊക്കെ പോയാൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളെ ആഴ്ചയിൽ പാർക്കിൽ കൊണ്ടുവന്നവരെ ശുശ്രൂഷിച്ച് അവരെ ഏകാന്തതമാക്കി അവരെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ, അവരുടെ ഒറ്റപ്പെടുത്തലുകൾ ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ സംവിധാനമുണ്ട്. അവിടെ നിന്ന് നാം നമ്മുടെ നാടുകളിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്ക് വേണ്ടി പുതുതായി ഒരു വകുപ്പ് സൃഷ്ടിക്കുകയാണ് കേരള സർക്കാർ. അത്രമേൽ വലിയ പ്രയാസങ്ങളുണ്ട്. നമ്മുടെ വൃദ്ധന്മാർ ഒറ്റപ്പെട്ടു പോകുന്നു, നമ്മുടെ വൃദ്ധന്മാർ നിഷ്ക്രിയരായി പോകുന്നു. എനിക്ക് ഈ രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, അവസാനം വരെ നിങ്ങളുടെ നല്ല കാലത്ത് മുഴുവനും നിങ്ങൾ അധ്വാനിക്കും. മകളെ കെട്ടിച്ചു വിടാൻ, മകനെ MBBS വിടാൻ, നല്ല വീടുണ്ടാക്കാൻ, നല്ല ഒരു വസ്ത്രം ധരിക്കില്ല, നല്ല ഒരു ഭക്ഷണം കഴിക്കില്ല,
കഴിക്കില്ല. സമ്പാദിച്ചതെല്ലാം മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കും. അവസാനം മക്കളൊക്കെ ജോലി തേടി UK-യിലേക്കോ US-ലേക്കോ പോകും. പെൺമക്കളെല്ലാം കല്യാണം കഴിച്ചു പോകും. അവസാനം നന്നായിട്ടൊന്ന് ഭക്ഷണം പോലും കഴിയാതെ കെട്ടിപ്പൊക്കിയ വീടിന്റെ ഉമ്മറപ്പടിയിൽ 50 വയസ്സ് കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും ഇരുന്ന് സായാഹ്നത്തിന്, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റയ്ക്കാക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയിട്ട് പറയും, ആരുമില്ല, എല്ലാവരും പോയി, നമ്മളിവിടെ ഒറ്റക്കായി. അതുകൊണ്ട് നല്ല ഒരു ഭക്ഷണം നല്ല കാലത്ത് കഴിക്കാൻ പറ്റിയില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പറ്റിയില്ല, നല്ലതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു ഉംറയ്ക്ക് പോയില്ല, ഒരു ഹജ്ജിന് പോയില്ല, എല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കായി. ആവരുത് സഹോദരങ്ങളെ, ആവരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ അവസാനം ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ ആകുന്ന കാലത്ത് നമ്മുടെ കടമകൾ മക്കളോടും കുടുംബത്തോടും ചെയ്യുന്നതിനോടൊപ്പം നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല യാത്രകൾ ഭാര്യയും ഭർത്താവും ചെയ്യണം. നല്ല പ്രായത്തിൽ ഒന്നും പോവാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചുറ്റിക്കൂടിയാൽ അവസാനം നിങ്ങൾ വെറും ജീവിതത്തിന്റെ കാവൽ മാലാഖമാരെ പോലെ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ടി വരും. ഉംറയ്ക്ക് പോകണം, ഹജ്ജിന് പോകണം, ബൈത്തുൽ മുഖദ്ദസിൽ പോകണം, നല്ല യാത്രകൾ ചെയ്യണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. 50-60 വയസ്സാകുമ്പോൾ പ്രഷറും ഷുഗറും ഡയബറ്റീസ് ഒക്കെ വരും. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡയബറ്റീസ് ഇഞ്ചിഞ്ചായി മരിക്കുക. ഒന്നും ചെയ്യാൻ കഴിയാത്തടുത്ത് വ്യാകുലതകൾ ഉണ്ടാകാനല്ല. 106-ാമത്തെ വയസ്സിൽ മഹാനായ ഇബ്രാഹിം നബി കർമ്മനിരതനായ ചരിത്രം നമ്മോട് മഖാമ ഇബ്രാഹിം പറയുകയാണ്. അള്ളാഹു നമുക്ക് ബോധവും ബോധ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്ത് പിടിച്ചുലയ്ക്കുന്ന തൊഴിലില്ലായ്മയുടെ അതിപ്രസരത്തിൽ യുവാക്കളുടെ പ്രതിഷേധങ്ങൾ ഒരു പാർട്ടിയെ തന്നെ രൂപീകരിക്കപ്പെടുമ്പോൾ മഖാമ ഇബ്രാഹിം ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, യുവാക്കൾ തൊഴിലന്വേഷിക്കണം, അവർ കർമ്മനിരതരാവണം, ഒന്നല്ലെങ്കിൽ വേറൊരു തൊഴിൽ ചെയ്യണമെന്ന് മഖാമ ഇബ്രാഹിം നമ്മളോട് പറയുകയാണ്. അതിലൂടെ ചുറ്റി നടക്കുന്നത് വെറും ഒരു പ്രദക്ഷിണമല്ല, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു വലിയൊരു സന്ദേശമാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്നത്. അത് വെറും ഹജറുൽ അസ്വദിനെ മുത്തല് മാത്രമല്ല, അറഫയിലൂടെ നടക്കല് മാത്രമല്ല. ഹജ്ജിനൊരാത്മാവുണ്ട്, ഹജ്ജിനൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. അതിനെ നാം മടക്കാൻ തയ്യാറാവണം. അള്ളാഹുവിടെ പറയുന്നത്, മഖാമ ഇബ്രാഹിമിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകുമെന്നാണ്. ഇവിടെ നിന്ന് അതിന്റെ 2ാമത്തെ ഭാഗം, ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ എല്ലാവരും ഹജ്ജിന് പോകുന്നത് എന്തിനാണ്? എല്ലാ ജോലികളും ഒഴിവാക്കി, എല്ലാ കർത്തവ്യങ്ങളും പൂർത്തീകരിച്ച് അവസാനം സമാധാനത്തിന് വേണ്ടി കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത് ഹാജിമാര് തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിൽ പിന്നെ ഒരു സമാധാനമാണ്. അന്ന് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിർമ്മല ഹൃദയവുമായി വന്ന് എല്ലാ കടമകളും ഒഴിവാക്കി സമാധാനത്തിന് വേണ്ടി പോകുന്ന ഒരു ഭൂമിയുടെ പേരാണ് ഹറം. സഫയിലൂടെ ഞാനൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് മഖാമ ഇബ്രാഹിമിനെയും ഹറമിനെയും ഈ പുതിയ ലോകത്ത് വായിക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ഖുർആനിന്റെ ഒരു വായന ഉണ്ടാവണം, ഒരു സാമൂഹികമായ വായന ഉണ്ടാവണം. ആ വായനയിലൂടെ നമ്മൾ അതിന്റെ ആപത്തുകളെ മനസ്സിലാക്കണം. അല്ലാഹു പറയുകയാണ്, വഇദ് ജഅൽനൽ ബൈത മതാബത്തൽ ലിന്നാസി വഅംനാ. ഈ വിശുദ്ധമായ ഹറമിനെ സഫയിലൂടെ, മറുവയിലൂടെ, അറഫയിലൂടെ നിലനിൽക്കുമ്പോൾ മിനയും മുസ്ദലിഫയും ജീവിതത്തിന് അനുഗ്രഹമാകുമ്പോ, കഅബാലയത്തിന് മുമ്പിലൂടെ തവാഫ് ചെയ്യുമ്പോ, മുസ്ദലിഫയിൽ നിൽക്കുമ്പോ, ഈ പെരുന്നാളിന്റെ തൊട്ടു തലേ ദിവസം ഈദുൽ അദ്ഹയുടെ മുമ്പ് യൗമുൽ അറഫ, ലക്ഷോപലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക സമ്മേളനം നടക്കുന്ന യൗമുൽ അറഫ, അന്നത്തെ സുന്നത്ത് നോമ്പുകൾ, അന്നത്തെ അനുഷ്ഠാനങ്ങൾ. അല്ലാഹു പറയുകയാണ്, വഇദ് ജഅൽനൽ ബൈത മതാബത്തൽ ലിന്നാസി വഅംനാ. അവിടെ എത്തുന്നവർക്കെല്ലാം മിനയിലും മുസ്ദലിഫയിൽ നിൽക്കുമ്പോ, അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയാണ്. ജീവിതത്തിന് സമാധാനം. സഹോദര കേട്ടുകൊള്ളൂ, ഈ അറഫയും ഈ മിനയും മുസ്ദലിഫയും നമുക്ക് സമാധാനം നൽകുമെങ്കിൽ നാളെ ഈ മിനയും മുസ്ദലിഫയും അറഫയും ഒക്കെ സമാധാനമില്ലാത്ത ഒരു നാളുകളായി മാറും. അന്ന് ആ കാലത്ത് മിനയിൽ സമാധാനമുണ്ടാവില്ല, അറഫയിൽ സമാധാനമുണ്ടാവില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ
പശ്ചാത്തലത്തിൽ ഇന്നലെയും ഇറാനിന്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ച് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ സയണിസത്തിന്റെയും നാസിസത്തിന്റെയും സിയോണിസത്തിന്റെയും തീവ്ര പശ്ചാത്തലങ്ങൾ അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. UAE അക്രമം നടത്തുന്നത് പോലും ഇസ്രയേലാണെന്ന ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിക്കാൻ സഹോദര സമാധാനത്തിനു വേണ്ടി മിനയും അറഫയുമാണ് തേടുന്നതെങ്കിൽ ഇനി അത് അസമാധാനത്തിന്റെ ഒരു ദിവസം ഇവിടേക്ക് വരാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ലോകാവസാനം അടുത്ത് കഴിയുമ്പോ ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാവും. ആ ഇമാം മഹ്ദി ലോകത്തേക്ക് വരുന്നതിന് അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയത്താനിൽ ദുഹൂരിൽ മഹ്ദി, ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് രണ്ട് അടയാളങ്ങൾ വരും. അതിലൊന്നാമത്തേത് തൻകസിബുൽ ഖമറു ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടു മുമ്പുള്ള റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. വതൻകസിബു ശംസു ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ആ ശഅബാനിന്റെ 15ാമത്തെ രാവിലെ അന്ന് സൂര്യഗ്രഹണവും ഉണ്ടാവും. ഒരേ മാസം തന്നെ ആദ്യത്തെ രാത്രിയിൽ ചന്ദ്രഗ്രഹണം, പകുതിയാകുമ്പോൾ ആ മാസം തന്നെ സൂര്യഗ്രഹണം. ഹബീബ് പറയുകയാണ്, ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർളി, ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇതേവരെ ഒരു മാസം തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്നിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മുസ്തലിഫയും ഇനിയും രക്തക്കളമാവും. ലോകത്തിന്റെ സമാധാനത്തിന്റെ കേകമെന്ന് പറഞ്ഞെടുത്തുകൂടി മുസ്ലിം സഹോദരങ്ങളുടെ രക്തങ്ങൾ ഒഴുകുന്ന വരാനിരിക്കുന്ന കാലത്തിന്റെ കാലുഷ്യങ്ങളെ കാലേ കൂട്ടി കണ്ടറിഞ്ഞു പറയുകയാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. ശഅബാനിൽ ഈ രണ്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടന്നു കഴിഞ്ഞാൽ റമളാനായി. ആ റമളാനിൽ ഇദാ കാന സൈഗത്തു ഫീ റമളാൻ, ആ റമളാനിൽ വലിയ ഒരു അട്ടഹാസമുണ്ടാവും. ഹബീബിനോട് ചോദിച്ചു, ഹബീബേ വമസ്സൈഹത്തു യാ റസൂലല്ലാഹ്, ആ അട്ടഹാസം എന്താണ് നബിയേ? തിരുദൂതരുടെ മറുപടി, തക്കൂന് ഹിദത്തുന്നതൊരു വലിയ മണിമുഴക്കം പോലെ, ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന ഒരു പെരുമ്പറ മുഴക്കം പോലെ ഒരു വല്ലാത്ത അട്ടഹാസം ആ റമളാനിൽ ഉണ്ടാവും. ഹബീബ് പറയുകയാണ്, ആ അട്ടഹാസം ഒരു മണിമുഴക്കമാണ്, തീർന്നില്ല. തൂക്കിലുന്നായിമ, ആ അട്ടഹാസം കേട്ട് ഉറങ്ങിക്കിടക്കുന്നവർ ചാടി എഴുന്നേക്കും. ഗർഭിണികളായ സ്ത്രീകൾ പോലും കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റോടി പോകും. ഗർഭിണികളായ സ്ത്രീകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും മറന്നിട്ടവര് കിടപ്പറയിൽ നിന്നിറങ്ങി ഓടിപ്പോകും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴെന്നറിയുമോ? ഈ സംഭവിക്കുന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിക്കുന്ന ഒരു വർഷത്തിലാണ് ഇത് സംഭവിക്കുക. കാതോർത്ത് നിൽക്കേണ്ട ഒരു പ്രവചനമാണ്. ഭൂകമ്പങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, പ്രളയങ്ങൾ, മണ്ണൊലിപ്പുകൾ എന്ന് വേണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു റമളാനിൽ ഇതേപോലൊരു വെള്ളിയാഴ്ച രാവിൽ ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന ഒരു വല്ലാത്ത പ്രകമ്പനമുണ്ടാകും. ഹബീബായ നബി തങ്ങൾ പറയുകയാണിതാ സ്വല്ലൈതുമുൽ ഫജ്റ, അന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫദ്ഖുലൂ ബുയൂതക്കും, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഓടിക്കേറണേ.
ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ വീട്ടിലേക്ക് നിങ്ങൾ ഓടിക്കേറണേ. വാതിലിക്കൂ അബുവാബക്കും, നിങ്ങളുടെ വാതിലുകളെ നിങ്ങൾ കുറ്റിയിട്ടടക്കണേ. വസുത്തൂ അഖ്വാക്കും, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുദൂതര് പറയുകയാണ്, വീട്ടിലേക്ക് കയറുന്ന എല്ലാ സുഷിരങ്ങളും നിങ്ങൾ അടച്ചു കളയണം. വസുത്തൂ ആദാനക്ക്, നിങ്ങളുടെ ചെവികളിലേക്ക് വിരലുകൾ കയറ്റി നിങ്ങളുടെ ചെവികളെ നിങ്ങൾ പൊത്തിപ്പിടിക്കണേ. ഫൈദാ ഹസസ്തുമുസ്സൈഹ, ആ മുഴക്കം നിങ്ങളുടെ ചെവിയിലേക്ക് കേട്ട് കഴിഞ്ഞാൽ ഫഖറൂ ലില്ലാഹി സുജ്ജദാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് സുജൂദിൽ വീഴണേ. എന്നിട്ട് ആ സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന മലിക്കൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കൽ ഖുദ്ദൂസ്